കർത്താവിന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാൻ പ്രധാനപ്പെട്ട കാര്യം 51-ാം വാക്യമാണ്. 51-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നത്, അവൻ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. സമയം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ ദൈവമിട്ടിരുന്ന നിയോഗത്തിന്റെ സമയം വന്നപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. അവന്റെ മേൽ കിടന്ന ദൈവിക പ്ലാനിന്റെ സമയമായപ്പോൾ ബൈബിൾ പറയുന്നു, അവൻ ഇതാ യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സ് ഉറപ്പിച്ചു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അവന്റെ മുഖത്തെ അവൻ യെരൂശലേമിലേക്ക് തിരിച്ചു എന്ന്. He focused. അവൻ യെരൂശലേമിലേക്ക് അവന്റെ ഫോക്കസിനെ തിരിച്ചു. അവന്റെ ശ്രദ്ധയെ അവൻ യെരൂശലേമിലേക്ക് തിരിച്ചു. എന്തുകൊണ്ട് അവൻ യെരൂശലേമിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? യേശുവിന്റെ യാത്ര ബെത്ലഹേമിൽ ആരംഭിച്ച് യെരൂശലേമിലാണ് അവസാനിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അവൻ ജനിച്ചത് ബെത്ലഹേമിലാണെങ്കിലും അവന്റെ യാത്ര അവസാനത്തെ ക്രൂസിഫിക്ഷൻ നടക്കുന്നത്, ക്രൂശീകരണം നടക്കുന്നത് യെരൂശലേമിലാണ്. യേശു ജനിച്ചപ്പോഴേ അവൻ അറിയാമായിരുന്നു അവന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ദൈവം അവനെ എന്തിനു വേണ്ടിയാണോ മറയിൽ നിന്ന് പുറത്തെടുത്ത് ഈ ലോകത്തിന് കൊടുത്തത്, ആ പദ്ധതി സംഭവിക്കുന്നത് യെരൂശലേമിലാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. അവനെ കുറിച്ചുള്ള യഥാർത്ഥമായ ദൈവത്തിന്റെ പദ്ധതിയുടെ അവസാനം അത് നടക്കുന്നത് യെരൂശലേമിലാണ്. അവന്റെ പ്ലാൻ യെരൂശലേമിലാണ് എന്ന് മനസ്സിലായപ്പോൾ അവന്റെ നിയോഗത്തിലേക്ക് അവന്റെ ശ്രദ്ധ പോകുകയാണ്. ഓ ഹല്ലേലൂയ! നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ സമയം വന്നപ്പോൾ അവന്റെ നിയോഗത്തിലേക്ക് അവന്റെ ശ്രദ്ധ പോകുന്നു. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് അവന്റെ ഫേസ് സെറ്റ് ആകുന്നു. അവന്റെ കണ്ണുകൾ ആ നിയോഗത്തിലാണ്, അവന്റെ മുഖം ആ നിയോഗത്തിലാണ്. മറ്റൊന്നും യേശുവിന് വിഷയമല്ല. അവന്റെ ചുറ്റും നിൽക്കുന്നത് യേശുവിന് വിഷയമല്ല. സാഹചര്യങ്ങൾ യേശുവിന് വിഷയമല്ല. സാധ്യതകൾ യേശുവിന് വിഷയമല്ല. അവൻ നിൽക്കുന്നത് എവിടെ എന്നതും യേശുവിന് വിഷയമല്ല. അവൻ അടുത്ത് പോകുന്നത് എവിടെ എന്നതും യേശുവിന് വിഷയമല്ല. അവന്റെ കണ്ണുകൾ ആ നിയോഗത്തിൽ സെറ്റാണ്. അവന്റെ മുഖം ആ നിയോഗത്തിൽ സെറ്റാണ്. അവന്റെ ഹൃദയം ആ നിയോഗത്തിൽ സെറ്റാണ്. ഇന്ന് രാത്രി ആരോട് ദൈവം പറയുന്നു, നിന്റെ നോട്ടം നിന്റെ നിയോഗത്തിലേക്ക് തിരിക്കാൻ സമയമായ. നിന്റെ നോട്ടം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തിരിക്കാൻ സമയമായി. നിന്റെ മേൽ ദൈവം അയച്ച ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് നിന്റെ നോട്ടം തിരിക്കാൻ സമയമായി. നിന്റെ കണ്ണ് ആ നിയോഗത്തിലേക്ക് ഫോക്കസ്ഡ് ആകാതെ, ആ പദ്ധതിയിലേക്ക് ഫോക്കസ്ഡ് ആകാതെ ആ നിയോഗം നിന്റെ മേൽ ആക്ടിവേറ്റ് ആകില്ല. എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിന്റെ മുഖം ആ നിയോഗത്തിലേക്ക് ഫോക്കസ്ഡ് ആകാതെ നിനക്കൊരിക്കലും അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രവചനമുള്ളത് ശരിയായിരിക്കാം, വാഗ്ദത്തമുള്ളത് ശരിയായിരിക്കാം, നിന്റെ മേൽ ദൈവത്തിന്റെ ശബ്ദങ്ങൾ ഒത്തിരി പ്രാവശ്യം വന്നത് ശരിയായിരിക്കാം. പക്ഷെ നിന്റെ ശ്രദ്ധ അതിനകത്തോട്ട് തിരിയാതെ, നിന്റെ മുഖം പൂർണ്ണമായും അതിലേക്ക് തിരിയാതെ, നിന്റെ ഹൃദയവും നിന്റെ കണ്ണും പൂർണ്ണമായും ആ പദ്ധതിയിലേക്ക് തിരിയാതെ അത് ദൈവം ആക്ടിവേറ്റ് ചെയ്യില്ല. നമ്മുടെ പരാതികൾ, കർത്താവ് എന്തുകൊണ്ടാണ് ആ പ്രവചനം നടക്കാത്തത്, എന്തുകൊണ്ടാണ് ആ ദൂത് നടക്കാത്തത്, എന്തുകൊണ്ടാണ് ആ വാഗ്ദത്തം നടക്കാത്തത്? ദൈവത്തിന്റെ മറുപടി, നിന്റെ കണ്ണ് നിന്റെ മുഖം ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. നിന്റെ ഹൃദയം ഇപ്പോഴും ആ നിയോഗത്തിൽ എത്തിയിട്ടില്ല. നീ നിന്റെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാതെ, നിന്റെ മുഖം അതിലേക്ക് തിരിക്കാതെ, നിന്റെ ഹൃദയം അതിലേക്ക് തിരിക്കാതെ ആ നിയോഗം വരില്ല, ആ നിയോഗം വരില്ല. ഇന്ന് രാത്രി ആരോട് ദൈവം പറഞ്ഞു, നിന്റെ മുഖത്തെ തിരിക്കുക. നിന്റെ നിയോഗത്തിലേക്ക്, നിന്റെ പ്രവചനത്തിലേക്ക്, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കുക.